3 പതിറ്റാണ്ടുകാലം മലയാള നാടകരംഗത്ത് നിറഞ്ഞുനിന്ന പ്രതിഭാധനനായ നാടക നടനും സംവിധായകനുമായിരുന്നു ഇന്ന് അന്തരിച്ച പ്രശാന്ത് നാരായണൻ. മലയാള നാടകാരങ്ങിന്റെ മനോഹാരിതകളിലേക്ക് തുറന്നുവെച്ചൊരു മായക്കണ്ണാടി തന്നെയായിരുന്നു ആ നാടക ജീവിതം. 30 വർഷക്കാലമായി ഇന്ത്യൻ തിയേറ്റർ രംഗത്തെ ശ്രദ്ധേയമായ സാന്നിധ്യമാണ് പ്രശാന്ത് നാരായണൻ. കോളമിസ്റ്റ്, അധ്യാപകൻ, പത്രപ്രവർത്തകൻ, നടൻ, നാടകരചയിതാവ്, സംവിധായകൻ, ആട്ടകഥാകൃത്ത് എന്നീ നിലകളിൽ അദ്ദേഹം പ്രശസ്തി ആർജിച്ചു. 17-ാം വയസ്സിലാണ് ഭാരതാന്തം ആട്ടക്കഥ എഴുതുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണിയിൽ കഥകളി സാഹിത്യകാരൻ വെള്ളായണി നാരായണൻ നായരുടെയും ശാന്തകുമാരി അമ്മയുടെയും മകനായാണ് ജനനം. തിരുവനന്തപുരം സെന്റ് ജോസഫ് സ്കൂൾ, യൂണിവേഴ്സിറ്റി കോളേജ്, തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമ എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം. 15-ാമത്തെ വയസ്സ് മുതൽ നാടകങ്ങൾ എഴുതി തുടങ്ങി. 30ഓളം നാടകങ്ങൾ എഴുതി. 60-ൽ പരം നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. 2008-ൽ മോഹൻലാലിനെയും മുകേഷിനെയും ഉൾപ്പെടുത്തി ചെയ്ത ഛായാമുഖി എന്ന നാടകം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. പ്രമേയത്തിന്റെ പ്രത്യേകതയും സമകാലിക വിഷയപ്രസക്തിയും സംവിധാന മികവും ഏറെ ചർച്ച ചെയ്യപ്പെട്ട മകരധ്വജൻ എന്ന നാടകം സ്ത്രീയുടെ സത്വവേവലാതികളെയും സ്ത്രീ ശാക്തീകരണത്തെയും പ്രമേയമാക്കിയ കറ എന്ന ഒറ്റയാൾ നാടകം, താജ്മഹൽ എന്ന ശക്തമായ രാഷ്ട്രീയ ബിംബം പ്രമേയമാക്കിയ കവിതയുടെ ദൃശ്യാവിഷ്കാരമായ താജ്മഹൽ എന്ന നാടകം എന്നിവ പ്രശാന്ത് നാരായണന്റെ ശ്രദ്ധേയമായ സൃഷ്ടികളാണ്. ടാഗോറിന്റെ തപാലാപ്പീസ്, ഷേക്സ്പിയറിന്റെ ഹാംലെറ്റ്, ഭാസന്റെ ഊരുഭംഗം തുടങ്ങിയവയാണ് പ്രധാനമായും സംവിധാനം ചെയ്ത നാടകങ്ങൾ. MTയുടെ ജീവിതവും കൃതികളും കോർത്തിണക്കി മഹാസാഗരം എന്ന പേരിൽ നാടകം അവതരിപ്പിച്ചു. 2003-ൽ കേരള സംഗീത നാടക അക്കാദമിയുടെ മികച്ച നാടകരചനയ്ക്കുള്ള അവാർഡ്, 2011-ൽ ദുർഗാദത്ത പുരസ്കാരം, 2015-ൽ AP കളക്കാട് അവാർഡ്, 2016-ൽ അബുദാബി ശക്തി അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്.